ഇന്ന് അർജുന SP കിരണുമായി സംസാരിച്ചിരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ അർജുന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ കിരണോട് സംസാരിക്കാം കേട്ടോ. വീട്ടിലുണ്ടായ ഓരോ പ്രശ്നങ്ങളും, അതുപോലെ തന്നെ അന്ന് സ്നേഹസദനത്തിൽ പോയപ്പോൾ വിശ്വനാഥ സാറ് പറഞ്ഞതും, പിന്നീട് പൂജ അവരുടെ മദ്യത്തിൽ ഗുളിക കലർത്തുന്നതും, ഇന്നലെ ശ്രീയുടെ കൂടെ കാറിൽ വന്ന് ഇറങ്ങണതും, അപ്പം ഓരോ പോക്കിലും അവൾ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞാട്ടെ പിടിച്ച് നിൽക്കുന്നത്. ഇതെല്ലാം അർജുൻ ഇങ്ങനെ കിരണുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പം കിരൺ പറയുന്നുണ്ട്, എനിക്കന്ന് ചോദ്യം ചെയ്യാമെന്ന് അന്ന് മുതൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഓരോ കാരണം പറഞ്ഞ് ഒഴിമാറുമ്പോഴും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് അവൾക്ക് അന്ന് അത്രയും കണ്ണിങ്ങായിട്ട് കാര്യങ്ങൾ നിൽക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ കുറച്ച് നേരം ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് അവരുടെ എല്ലാം ചികഞ്ഞെടുക്കാൻ പറ്റിയേനി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കമ്മീഷണറുടെ ഒരു നേരിട്ട് ഇടപെടൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെയെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട്, നമുക്ക് ഫസ്റ്റ് മുതലേ ഒന്ന് അന്വേഷിച്ച് തുടങ്ങാം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, കിരണിനോട് ആരാണ് ഈ വിവരം വിളിച്ച് പറഞ്ഞത്? അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അത് SA സുഗുണനാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന കിരണിൻ്റെ ഓഫീസാണ് കേട്ടോ. അവിടെ സുഗുണബാലിനോട് കിരൺ ചോദിക്കുന്നുണ്ട്, സുഗുണൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അഡ്വക്കേറ്റ് അർജുൻ്റെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞതൊക്കെ, അങ്ങനെ അർജുൻ്റെ ഭാര്യയെ കാണാതായതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയും. ആ സർ, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് സുഗുണനെ എവിടെയായിരുന്നു ചോദിക്കേണ്ടത്. അപ്പം അന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് സുഗുണനെ ഇവരെ അറിഞ്ഞെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിളിച്ച് പറഞ്ഞതാണ് പൂജയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സുഗുണൻ്റെ കോൾ ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്തില്ല, അതിലൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടറും വിളിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം ഒന്ന് പതറി പോകുന്നുണ്ട്. പിന്നീട് ശരിക്കും ചോദിക്കുന്നുണ്ട്, കമ്മീഷണറല്ല എന്നോടത് പറഞ്ഞത്. അങ്ങനെ അവസാനം വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ സുഗുണനെ സമ്മതിക്കാൻ കേട്ടോ കമ്മീഷണർ പറഞ്ഞതാണെന്നുള്ളത്. പിന്നീട് കിരണും അർജുനും കൂടി ആ ഡോക്ടറെ കാണാൻ പോവാൻ കേട്ടോ. അന്ന് റാണിനെ ആദ്യമായിട്ട് അഡ്മിറ്റ് ചെയ്ത ആ ഹോസ്പിറ്റലിലേക്ക്. അവിടുന്ന് ഡോക്ടറോട് സംസാരിക്കുമ്പം ഡോക്ടറിന് ഓർമ്മയില്ല, പല പേഷ്യൻസും വരുന്നുണ്ട്, അപ്പം ഇത് ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് പറയും. പിന്നീട് ആദ്യം സംസാരത്തിൽ പറയും, ചിലർക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആയാൽ ഓർമ്മ മുഴുവനായിട്ട് പോകും, ചിലർക്ക് അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ട്, അവർക്ക് ഓർമ്മ പോയ സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയാം, ചില പേഷ്യൻസിൻ്റെ കാര്യത്തിൽ ഡോക്ടറിന് ഓർമ്മയൊക്കെ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ ഇവർ എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചിട്ടും ഡോക്ടർ സമ്മതിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അവസാനം ഇവർ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അർജുനും കിരണും അവിടെ നിന്ന് എണീറ്റ് പോകും. അവർ പോയ ഉടനെ തന്നെ ഡോക്ടർ ഫോൺ എടുത്തിട്ട് കമ്മീഷണർക്ക് വിളിക്കുക കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കമ്മീഷണർ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ അർജുനും കിരണും അവിടേക്ക് തന്നെ വരികയാണ് കേട്ടോ. അപ്പം ഡോക്ടർ ആരെ വിളിച്ചത്? കമ്മീഷണറെ അല്ലേ ചോദിക്കണ്ടേ. അപ്പോൾ ഊർക്കാപുറത്തായതുകൊണ്ട് തന്നെ ഡോക്ടറിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ ഫോണും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അർജുൻ ചെന്നിട്ട് ആ ഫോൺ എടുത്ത് വാങ്ങി നോക്കുമ്പം അതിൽ കമ്മീഷണർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നിങ്ങളുടെ പേരിൽ ആൾമാറാട്ടത്തിന് കേസെടുക്കും, അത്രക്കും വലിയൊരു കുറ്റമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ പറയുന്നുണ്ട്, അത് കമ്മീഷണർ കൊണ്ടുവന്ന കുട്ടിയായിരുന്നു, ഒരു ആക്സിഡൻറ്റ് ആയ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറയാൻ പറഞ്ഞു, പേര് പൂജ എന്നും റെക്കോർഡിൽ എഴുതിയിരുന്നു പറഞ്ഞു. പിന്നീട് ഒരു പോലീസ് വരുമ്പം ബാക്കി അവർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് കമ്മീഷണർ ഇവിടുന്ന് പോയതെന്ന് പറയും. പിന്നീട് ഡോക്ടറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷം അവരവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീകുമാർ സീതമ്മനെയും കൊണ്ടിട്ട് പൂജയെ അവിടെ മാറി താമസിപ്പിച്ച ആ വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പോൾ സീതമ്മ പറയുന്നുണ്ട്, എനിക്ക് കഴിയൂല ഇവിടെ ജീവിക്കാൻ, എന്താണ് ഈ വീടിൻ്റെ ഒരു കോലം, എനിക്ക് റാണിമോൾ നല്ലൊരു വീട് തന്നെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അവിടെയാണ് ഞാൻ കഴിയേണ്ടതെന്ന് പറയാം. അപ്പോൾ ശ്രീകുമാർ പറയും, ആ റാണിമോൾ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞതെന്ന് പറയാം. പൂജയെ നോക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സീതമ്മനെ അവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പൂജ സീതമ്മനെ കാണുമ്പോൾ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയാണോ എന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട് പൂജ. അപ്പോൾ സീതമ്മക്കും കാര്യമൊന്നും അറിയൂല. പിന്നെ സീതമ്മ ശ്രീകുമാറിന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകുമാർ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. റാണിക്ക് കുറച്ച് ദിവസം അവളുടെ അമ്മയുടെ കൂടെ കഴിയണം, ഒരു നല്ലൊരു മോളായിട്ട് കഴിയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനിതിലും കൂട്ടുന്നത് പറയുന്നുണ്ട്. പൂജയാണെങ്കിൽ താൻ ആരാണെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതുവരേക്കും സ്വന്തം അമ്മയാണെന്ന് വിശ്വസിച്ച അഞ്ജന അമ്മയല്ലെന്ന് ശ്രീകുമാർ പറയുന്നതോടെ പൂജ ആകെ തകർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ ആരാണ്, എവിടെ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ പൂജ.